ഈശോയ്ക്ക് വേണ്ടി സഹിക്കുക, അതായിരുന്നു അവളുടെ ജീവിത ലക്ഷ്യം. യേശുവിൻ്റെ അവർണ്ണനീയമായ സ്നേഹത്തിന് പ്രതിസ്നേഹം നൽകാൻ സഹനത്തിന് മാത്രമേ കഴിയൂ എന്ന ബോധ്യമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. തൻ്റെ സഹോദരി സെലിൻ ഇങ്ങനെ എഴുതി: അധികം ആർ സ്നേഹിക്കുന്നു അവർക്ക് കൂടുതൽ സഹനം ലഭിക്കുന്നു, ആര് കുറച്ച് സ്നേഹിക്കുന്നു അവർക്ക് കുറച്ച്. പിതാവിനെ എൻ്റെ വാർദ്ധക്യകാലത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ചേച്ചി സെലിൻ്റെ സഹനങ്ങളിൽ ആശ്വാസം നൽകിക്കൊണ്ട് കൊച്ചുത്രേസ്യ തൻ്റെ ചേച്ചിക്ക് എഴുതി: സെലിൻ, നമുക്ക് വിശ്രമിക്കുവാനാണ് ഈശോ കുരിശുകൾ ഒരുക്കുന്നത്. തൻ്റെ പൂക്കൾ മുള്ളുകൾക്കിടയിൽ നിന്നും പറിച്ചെടുക്കേണ്ടി വരുമ്പോഴും ഞാൻ പാടും. മുള്ളുകളുടെ നീളവും മൂർച്ചയും കൂടുന്തോറും അതിൻ്റെ ശ്രുതിമാധുര്യം വർദ്ധിച്ചു വരികയാണ് ചെയ്യുക. അതുകൊണ്ടാണ് കവി കൊച്ചുത്രേസ്യയെപ്പറ്റി പാടിയത്: പാട്ടാണ് അവൾക്കെപ്പോഴും ഏതു മുള്ളിൻ പടർപ്പിലെ പൂക്കളെ നുള്ളിയാലും. ഈ ഭൂമിയിൽ ഒന്നിനോടും ഒട്ടിച്ചേരാത്ത സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അവളുടെ ജീവിതയാത്രയിൽ സഹനങ്ങളുടെ മുൾപ്പടർപ്പിൽ കൂടിയും അവൾ സഞ്ചരിക്കുകയായിരുന്നു. അവളുടെ സഹനങ്ങളെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി അവൾ കാഴ്ചവെച്ചു. പുണ്യവതി തൻ്റെ ആത്മകഥയിൽ എഴുതുന്നു: എൻ്റെ ആദ്യത്തെ കാൽവെപ്പ് മുതൽ എൻ്റെ വഴിയിൽ റോസാപുഷ്പങ്ങളേക്കാൾ കൂടുതലായി മുള്ളുകളാണ് ഞാൻ കണ്ടത്. അതേ, പീഡകൾ എന്നെ ആശ്ലേഷിക്കുവാൻ കൈകൾ വിരിച്ച് പിടിച്ചിരിക്കുന്നു. പിതാവ് ഒരു മാനസിക രോഗിയായി നാടുവിട്ട് ഇറങ്ങിപ്പോയ മുഖം കൊച്ചുത്രേസ്യയെ തീവ്രമായ വേദനയിലൂടെ കടത്തിവിട്ടെങ്കിലും എല്ലാം സ്നേഹ പുഷ്പങ്ങളായി അവൾ ഈശോയിൽ അർപ്പിച്ചു. തൻ്റെ കഠിനമായ സഹനത്തിന് അല്പം ശമനം ലഭിക്കുന്നതിന് വേണ്ടി അർപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളിൽ പോലും ആത്മാക്കളുടെ രക്ഷയ്ക്കായി സമർപ്പിക്കുവാൻ വിശുദ്ധ കൊച്ചുത്രേസ്യ ആഗ്രഹിച്ചു. അവൾ എഴുതുന്നു: എൻ്റെ ഒരാഗ്രഹം ദൈവമഹത്വമാണ്. അവൻ്റെ മഹത്വത്തിനായി എൻ്റെ മഹത്വം ഞാൻ ത്യജിച്ചിരിക്കുന്നു. പരീക്ഷകളുടെ കൂരിരുട്ടിൽ കർത്താവിനെ സേവിക്കുന്നത് എത്രയോ മാധുര്യമേറിയതാവുന്നു. വിശ്വാസമെന്ന പുണ്യം അഭ്യസിക്കുവാൻ നമുക്ക് ഈ ജീവിതം മാത്രമേ ഉള്ളൂ. സ്നേഹമാകുന്ന ദൈവത്തെ എല്ലാവരെയും കൊണ്ട് സ്നേഹിപ്പിക്കുവാൻ, ജീവിതത്തെ ഒരാത്മബലിയായി സമർപ്പിക്കുവാൻ അവൾ തീരുമാനിച്ചു. തെരേസ നവസന്യാസികളെ ഉപദേശിച്ചു: നമ്മുടെ സ്നേഹം ത്യാഗത്തിൽ അധിഷ്ഠിതമായിരിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. നമുക്ക് അവിടുത്തെ കടാക്ഷത്തെ മനസ്സിലാക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.